ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള അസുഖം മാത്രം പറഞ്ഞാൽ മതിയോ അതോ പഴയ അസുഖങ്ങളെല്ലാം പറയണോ? പലർക്കും ഉള്ള ഡൗട്ടാണ്. ഇതിന്റെ ഉത്തരം എല്ലാം പറയണമെന്നാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നമ്മൾ പറയണം. നമ്മൾ ഇതുവരെ കഴിച്ച മരുന്നിന്റെ ഡീറ്റെയിൽസ് പറയണം. നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം. എന്തെങ്കിലും സർജറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഇൻസുലിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം. ഈവൻ ഒരു ഇൻഹേലർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത് പറയണം. ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പറയാതെ പിന്നീട് ഇൻഷുറൻസ് കമ്പനി അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യും. ഇനി നമുക്ക് വരുന്ന ക്ലെയിം വലുതാണെങ്കിൽ അവർ നമ്മുടെ പോളിസി തന്നെ ക്യാൻസൽ ചെയ്യും. നമ്മൾ ഓംബുഡ്സ്മാന്റെ അടുത്ത് പോയാൽ പോലും ആ ക്ലെയിം നമുക്ക് കിട്ടില്ല. കാരണം തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു എന്ന പേരിലായിരിക്കും അവർ നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യുക. അതുകൊണ്ട് ഈസി ആയിട്ട് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററി മറച്ചു വെക്കരുത്. ഞാൻ ഇത് എടുത്തു പറയാൻ കാര്യം, പലരും വിചാരിക്കുന്നത് എല്ലാം പറഞ്ഞാൽ ഇനി എങ്ങനെ ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കിലോ, പറയാതിരുന്നാൽ ആ പ്രശ്നമില്ലല്ലോ, ഈസി ആയിട്ട് പോളിസി കിട്ടും. എന്നാൽ ഇവിടെ ഇവർ ഓർക്കാത്തൊരു കാര്യമുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് പോളിസിയെ കിട്ടും, നമുക്ക് ക്ലെയിം കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കും, അവർ നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഇത്രയും നാൾ അടച്ച പ്രീമിയവും പോയി, ക്ലെയിമും കിട്ടിയില്ല. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുക. ഇത് പുതിയതായി ഇൻഷുറൻസ് എടുക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ നിലവിലെ പ്ലാൻ വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുമ്പോഴും ഈ ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ തന്നെ പറയണം. നമ്മൾ പറഞ്ഞാൽ അവർ നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് എല്ലാം ഒഴിവാക്കിയിട്ട് പഴയ കമ്പനിയിലെ സീനിയോറിറ്റി അതുപോലെ തന്നെ പുതിയ കമ്പനിയിൽ തരൂ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സീനിയോറിറ്റി പോകും, നമുക്ക് ക്ലെയിമും കിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മുടെ പോളിസി ഇഷ്യൂ ആയ ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ പോളിസി ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ക്ലെയിം കിട്ടൂ.